നമസ്കാരം. വീട്ടമ്മയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീട്ടമ്മയിലൂടെ നമുക്ക് കുംഭഭരണി സ്പെഷ്യലായ കൊഞ്ചും മാങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മാർച്ച് 11 തിങ്കളാഴ്ച 2019 കുംഭഭരണിയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ചെട്ടുകുളങ്ങര ഭാഗത്തുള്ള എല്ലാ വീടുകളിലും ഈ കൊഞ്ചും മാങ്ങ ഉണ്ടാക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉണക്ക കൊഞ്ചാണ് വേണ്ടത്. ഞാൻ 1 കപ്പ് ഉണക്ക കൊഞ്ച് എടുത്തിട്ടുണ്ട്. ഉണക്ക കൊഞ്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇനി അത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഒന്ന് വെയിലത്ത് വെച്ചിട്ട് നമുക്കിതുപോലെ വറുത്തെടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വറുത്താലും മതി. എന്തായാലും അതിലെ ഈർപ്പം മുഴുവൻ പോയി നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തീയിട്ടതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ തലയും കൊമ്പും വാലും അതുപോലെ കാലും ഒക്കെ നമുക്ക് വേഗം കൈ കൊണ്ട് തന്നെ നുള്ളി വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വറുക്കുന്നത്. ഏകദേശം വറുക്കുമ്പോൾ തന്നെ അതിൻ്റെ തലയെല്ലാം ഒടിഞ്ഞങ്ങ് പോവും. അപ്പോൾ എല്ലാം വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ തലയും വാലും കാലും ഒക്കെ നമുക്ക് കൈ കൊണ്ട് ഒന്ന് നുള്ളി മാറ്റാം. നുള്ളി മാറ്റിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് വറുക്കുക. പെട്ടെന്ന് തന്നെ അങ്ങ് പൊടിഞ്ഞ് മാറി കിട്ടും. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വറുത്തതിന് ശേഷം എന്നിട്ട് നമ്മൾ എല്ലാ കൊഞ്ചും വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഹാമറോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കല്ലോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് മിക്സിയിൽ അടിക്കാത്തത്. ഇനി നമുക്ക് വേണ്ടുന്നത് ഒരു 1/2 കപ്പ് തേങ്ങയാണ്. അരമുറി തേങ്ങയാണ്. അരമുറി വേണ്ട, ഒരു 1/4 മുറി തേങ്ങ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, ഒരു ചെറിയ ഉള്ളി. ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചതച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊന്നും മിക്സിയിൽ അടിക്കാത്തത് അങ്ങ് അരഞ്ഞു പോകരുത്. ആ ചതയ്ക്കുന്ന പരുവത്തിലായിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചതച്ചു കൊടുക്കുക. ഒരുപാട് അങ്ങ് അരഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കൊഞ്ചും മാങ്ങയുടെ തനിമ നഷ്ടപ്പെടും. അപ്പോൾ ശരിക്കും ഇതെന്ന് പറയുന്നത് എല്ലാം ഇങ്ങനെ ചതച്ചെടുക്കുക. നല്ല എളുപ്പത്തിന് ഉണ്ടാക്കാനായിട്ട് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. കൊഞ്ചിൻ്റെ മധുരവും അതുപോലെ തന്നെ മാങ്ങയുടെ പുളിയും ഒക്കെ കൂടെ ചേരുമ്പം ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന കൊഞ്ചും അതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ ഞാനൊരു 1.5 മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. അപ്പോൾ ഇത് നമ്മളൊന്ന് ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റി കൊടുക്കുക. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ മാങ്ങ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഇനി അരപ്പിട്ട് കൊടുക്കുക. അരപ്പിട്ടതിന് ശേഷം അതിലോട്ടൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അരപ്പിട്ട് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ അരപ്പിൽ കൂടെ തന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പാകത്തിന് ഉപ്പും കൂടി അരപ്പിലോട്ട് ചേർക്കുക, അല്ലെങ്കിൽ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ തേങ്ങ ചതച്ച സമയത്ത് തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. കറിവേപ്പില ഇട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെന്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലിൽ കൂടെ പച്ച വെളിച്ചെണ്ണ തൂകി റെഡി എടുക്കാം. അപ്പോൾ കൊഞ്ചും മാങ്ങ, അതായത് ചെട്ടുകുളങ്ങര കുംഭഭരണി സ്പെഷ്യൽ കൊഞ്ചും മാങ്ങ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ ഐതിഹ്യം, ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ചെട്ടുകുളങ്ങര ഭാഗത്ത് ഒരു അമ്മ താമസിച്ചിരുന്നു. അപ്പോൾ ഈ അമ്മ എല്ലാ വർഷവും വെച്ച് കഴിഞ്ഞാൽ ഊണ് കാലമാക്കി വെച്ചതിന് ശേഷം, അതായത് ചോറും കൊഞ്ചുമാങ്ങയും റെഡിയാക്കിയതിന് ശേഷം അമ്പലത്തിൽ നിന്ന് ഘോഷയാത്ര വരും, അല്ലെങ്കിൽ കെട്ടുകാഴ്ച വരും. ഇത് കാണാനായിട്ട് പോവുക പതിവായിരുന്നു. അപ്പോൾ ഒരു തവണ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഞ്ചുമാങ്ങ അങ്ങോട്ട് റെഡിയാവണില്ല, ചോറ് വെന്തിട്ടുമില്ല. അപ്പോൾ അമ്മ എൻ്റെ ഭഗവതിയെ കാത്തോണേന്നും പറഞ്ഞിട്ട് അടുപ്പത്തിട്ടിട്ട് അതേപടി അങ്ങ് ഓടി, ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ട് അങ്ങ് ഓടി. ഘോഷയാത്ര കണ്ട് മണിക്കൂറുകളോളം നിന്നുപോയി. ഓർത്തതുമില്ല ചോറിൻ്റെ കാര്യവും കൊഞ്ചുമാങ്ങയുടെ കാര്യമൊന്നും. തിരിച്ചും ആദ്യോടുകൂടി വീട്ടിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക്
എല്ലാം റെഡിയായിട്ട് അടുപ്പിൽ ചോറ് വാർത്തിട്ടേക്കുന്നു. കൊഞ്ചും മാങ്ങയൊക്കെ റെഡിയായിട്ട് ആരോ നിന്ന് വേവിച്ച് വെച്ച കണക്ക് തന്നെ റെഡിയായിട്ട് നിൽക്കുന്നു. അപ്പം ഭഗവതിയാണ് ഇത് വന്ന് റെഡിയാക്കിയത്, വേവിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കഥ അന്ന് മുതൽ നാട്ടിൽ മുഴുവൻ പരക്കുകയും ചെട്ടികുളങ്ങര ഭാഗത്തുള്ള എല്ലാ വീടുകളിലും കുംഭഭരണി നാളിൽ കൊഞ്ചുമാങ്ങ ഉണ്ടാക്കുന്നത് ഒരു പതിവായി തീരുകയും ചെയ്തു. ഇതാണ് കൊഞ്ചുമാങ്ങയുടെ പിന്നിലുള്ള ഐതിഹ്യം, കുംഭഭരണിയും കൊഞ്ചുമാങ്ങയും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എന്തുവാണ് സ്പെഷ്യൽ ഡിഷാണ് കൊഞ്ചുമാങ്ങ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.